ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ മോഡ്യൂൾ തുടങ്ങും. ആ മോഡ്യൂള് 4th മോഡ്യൂളാണ്. അപ്പം നമുക്ക് 4 പ്രധാനപ്പെട്ട മോഡ്യൂളുള്ള അതിൻ്റെ ശരിക്കും പറഞ്ഞ് ഫസ്റ്റ് മോഡ്യൂൾ ഒരു ഇൻട്രഡക്ഷനാണ്. സെക്കൻഡ് മോഡ്യൂൾ നമ്മളെടുത്തു. തേർഡ് മോഡ്യൂൾ അല്പം ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡ്യൂളാണ്. പക്ഷേ അത് നമുക്ക് എസ്സേ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വലിയ മോഡ്യൂളാണെങ്കിൽ ശരി നമുക്ക് എസ്സേ അതിനനുസരിച്ച് നമുക്ക് 2-3 ടോപ്പിക്ക് നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് ആയി നമുക്ക് എസ്സേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. കുറച്ച് ഷോർട്ട് കോൺസെപ്റ്റുകൾ അങ്ങനെയുള്ളതാണ് ഈ തേർഡ് മോഡ്യൂളെ. 4th മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എസ്സേക്ക് ഭയങ്കര സാധ്യതയുള്ള എസ്സേ എന്ന് പറഞ്ഞാൽ നമുക്ക് 30 മാർക്കുണ്ടല്ലോ 80-ൽ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഈ 4th മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും നമ്മളിപ്പോൾ കവർ ചെയ്തത് 2 എസ്സേക്ക് നല്ല സാധ്യതയുള്ള, മാത്രമല്ല ഇച്ചിരി മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്ക്. അതുകൊണ്ട് നമ്മൾ അത് ആദ്യം എടുക്കുന്നത് 4th. ബാക്കി ഫസ്റ്റ് മോഡ്യൂളൊക്കെ ജസ്റ്റ് ആൻ ഇൻട്രഡക്ടറി പാർട്ട്, introduction about economics, microeconomics, division, etc. So that is the subject matter of first module. And this module, it is about India's economic development. Okay, so that is the topic. And in this module we can see the general features of India's economy, especially the most important one, what we can say, the economic reforms characterized by liberalization, privatization, globalization. Then the previous experience of planning, Niti Aayog, the new exercise, new experiment rather, and again major features of population in India. One second. In India and Kerala, then Kerala model of development, etc. These are the subject matter of this topic, and it's all about the Indian economy. Okay, അപ്പോൾ നമ്മൾ ഈ മോഡ്യൂളിനെ കുറിച്ച് നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്കത് എസ്സേക്ക് കൂടുതൽ സാധ്യതയുള്ളൊരു മോഡ്യൂളാണ്. നമുക്ക് മാത്രമല്ല കുറച്ച് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എസ്സേ കവർ ചെയ്യാനും പറ്റും. അതാണ് ഈ മോഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ആൻ ഓവർവ്യൂ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ, പ്ലാനിങ് എമിഷൻ, ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കേട്ട് കാണും ഇന്ത്യയിലെ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2017 മാർച്ച് 31 വരെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലാനിങ് കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്താണ് പ്ലാനിങ് കമ്മീഷൻ? ഓക്കെ, ഒരു സെക്കൻഡ്, കുട്ടിയോടെ അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ, പ്ലാനിങ് കമ്മീഷൻ. So that was an intellectual body, an economic intellectual body. Okay, and that what we can say, designed economic policies, recommended economic policies, evaluated economic policies, etc. That was the function of the planning commission. And it also recommended resource transfer, that means money transfer from the center to states to conduct the planning, or what we can say to implement various development programs. So that was the function of the planning commission. So when we are coming back to planning, planning is an exercise, deliberately designed exercise, regarding the economic management of the economy. So that is the profile picture of what we can say 5-year planning. Planning is there in almost all socialist economies. Okay, so which economies? Socialist economies. മിക്ക സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത അറിയാം. ശരിക്കും ഒരു വലിയ ടോപ്പിക്ക് നമ്മൾ ഇതിനു കണ്ടു, അതായത് സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ്. ഓക്കെ, സോ സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സിലബസ് ടോപ്പിക്കാണ്. നമുക്ക് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ഡിബേറ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ആണോ നല്ലത്, മാർക്കറ്റാണോ നല്ലത്? ഇനി രണ്ടിലും എന്തൊക്കെ ഗുണമാണ് ദോഷമാണുള്ളത്? അപ്പോൾ ഇക്കോണമിയുടെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോകത്തിൽ എല്ലായിടത്തും പല മോഡൽസ് ഉണ്ട്. അതിലൊരു മോഡലാണ് വാട്ട് വി ക്യാൻ സേ സോഷ്യലിസം. നിങ്ങളാണ് ഈ ഇക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് 3 തരത്തിലുള്ള ഇക്കോണമികളുണ്ട്. ഒരു സെക്കൻഡ്, കുട്ടിയെ കൂടെ അഡ്മിറ്റ് ചെയ്തിട്ട് 3 തരത്തിലുള്ള ഇക്കോണമി ഉണ്ട്. സോഷ്യലിസ്റ്റ് ഇക്കോണമി, ഓക്കെ, പിന്നെ അതല്ലാതെ പിന്നെ എന്തുണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ഓക്കെ, പിന്നെ അതല്ലാതെ മിക്സഡ് ഇക്കോണമി, അതൊക്കെ നമ്മൾ പഠിക്കും. ഇത് രണ്ടും ക്യാപിറ്റലിസം സോഷ്യലിസം കൂടെ കൂടുന്നതാണ് മിക്സഡ് ഇക്കോണമി. ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമി എന്നൊക്കെ ചിലപ്പോൾ കേട്ട് കാണും. അപ്പോൾ ഇത് ഒരു ഇക്കോണമിയുടെ ഗവേണൻസിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ്, ഒരു മോഡലാണ്. ഇക്കോണമിയെ നമുക്ക് ഗവേൺ ചെയ്യണമെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ പോലെ ഗവൺമെൻറ് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാം. അതാണ് നമുക്ക് സോഷ്യലിസ്റ്റ് ഇക്കോണമിയെക്കുറിച്ച് നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ഫീച്ചർ. അപ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? ഗവൺമെൻറ് ഇക്കോണമിയെ കൺട്രോൾ ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാം, നല്ല ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കാം.
ശരിയല്ലേ? അതുപോലെ തന്നെ ഏത് പ്രയോറിറ്റി, ഇക്കണോമിക് പ്രയോറിറ്റി ഏതൊക്കെ വേണം, അപ്പോൾ അതുപോലെ തന്നെ റോഡ്, റെയിൽവേ, അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവീസ്, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് നടത്താം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് എവിടെ സോഷ്യലിസ്റ്റ് ഇക്കോണമി, പ്ലാനിംഗ് എന്നൊക്കെ നമുക്ക് അതിന് പറയും. നേരെ തിരിച്ച് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഇതൊന്നുമില്ല, എല്ലാം നടക്കുന്നത് പ്രൈവറ്റ് സെക്ടറിൽ. ഗവൺമെൻറ് ജസ്റ്റ് ഒരു റെഗുലേഷൻ, ചെറിയ രീതിയിലുള്ള റെഗുലേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നടത്തുന്നത് എന്തായിരിക്കും? private sector. Such economies are known as capitalist economy. The governance is such that there is only a minimal level of interference, guidance and regulation from the part of the government. So that is what we can say main feature of the capitalist economy. Economy is led by the Western countries, especially the countries, the United States, UK, then Germany, etc. There is what we can say, they are the classic examples of capitalism. Now we are coming to the third one. There is a mixed economy. Even though these are basically theoretical concepts, you can also understand these things from the practical angle. India is a mixed economy. India became a mixed economy, what we can say, in 1948 itself. Okay, with the passing of an industrial policy resolution. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മിക്സഡ് ഇക്കോണമി ആയിത്തീരുന്നത്? അപ്പോൾ മിക്സഡ് ഇക്കോണമി ഇങ്ങനെ പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 1948 ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ടായി. ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയാണ്. നമ്മൾ വികാരപരമായി വേണമെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറാണെന്ന് പറയും. നമുക്കെല്ലാം ജോലി കിട്ടേണ്ടത് സർവീസിലായതുകൊണ്ടും ഒത്തിരി ഇൻകം ഉണ്ടാക്കുന്ന സർവീസിലായതുകൊണ്ടും നമ്മൾ സർവീസ് സെക്ടർ എന്നും വേണമെങ്കിൽ പറയും. പക്ഷേ എല്ലായിടത്തും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻവെൻഷൻ നടക്കുന്നത്, എക്സ്പോർട്ട് നടക്കുന്നത്, പ്രൊഡക്ടിവിറ്റി കൂടുന്നത്, പെട്ടെന്ന് ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഏതാണെന്നറിയോ? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. നമ്മളിപ്പോൾ ആണെങ്കിൽ ചൈനയുടെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു, ചൈനയെ നമ്മൾ വെറുക്കുന്നു. ചൈനയുടെ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു, ചൈനയെ പിന്നെ നമ്മൾ വെറുക്കുന്നു. പക്ഷേ നമുക്ക് ഇതിലൊന്നും നമുക്ക് എന്തുകൊണ്ടാണെന്ന് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്? കാരണം നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ പോറാ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ പോറ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ എഡ്യൂക്കേഷൻ ഭയങ്കര പോറാണ്. Basically, the industrial sector quality is a reflection of your educational attainments. Okay, we studied about arts because we are not good in science. Okay, we find excuses in studying mathematics. But in China, in all developed countries or industrial economies, science has a prominence. So we are running away from science in the protest that we like culture, we should have a good civilization, we should develop character and education, etc. Such excuses are several in rejecting science. When you are rejecting science, you are rejecting progress, you are rejecting what we can say technology. So that is subject matter of education, and education backwardness is what we can say scientific backwardness. When you are scientific backwardness, when there is scientific backwardness, there will be industrial backwardness and general economic backwardness. So all those things are not just economics. It is overlapping with your society, your education system, your political attitude, your level of administration, and you cannot make a clear-cut divide between all those such what we can say forward or backward linkage. So when you are coming to planning, planning is an exercise where the state becomes the administrator of the economy. Okay, so it is an exercise where the state is the administrator. You can say state, one second, state is the administrator of the economy, and so one കുട്ടിയെ ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അവിടെ നമ്മളെ ഈ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റേറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെ നടത്താൻ തീരുമാനിക്കുന്നത്. സ്റ്റേറ്റ് ടാക്സ് പിരിച്ചിട്ടും ലോൺ എടുത്തിട്ടും സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യും, മനസ്സിലായല്ലോ. അപ്പോൾ അതിനെ നമ്മൾ സോഷ്യലിസം എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പിടിച്ച് എഴുതേണ്ട ഒരു ടോപ്പിക്കല്ല, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഈ ചൈനയുടെ നമ്മളെ ഇപ്പോഴത്തെ ഇക്കണോമിക് പ്രോഗ്രസ്, പുതിയ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ എന്തെല്ലാം മാറ്റങ്ങളാണ്. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിലെ വിദ്യാഭ്യാസം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തെറ്റുമില്ല. കാരണം എന്താ അറിയാം, നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മൾ മാതൃഭാഷ വിദ്യാഭ്യാസം നടത്താത്തത് കൊണ്ടാണ്. നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങ് ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസം നടത്തി കോൺസെപ്റ്റ് അറിയത്തില്ല. നമുക്ക് അതൊരു ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഈഗോ എന്ന നിലയ്ക്ക് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജിന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് എഡ്യൂക്കേഷൻ സ്വീകരിക്കുക. അപ്പോൾ അത് നമ്മുടെ വലിയൊരു പരാജയമാണ്. അപ്പോൾ നമ്മൾ പുതിയ പോളിസിക്കകത്ത് പറയുന്നത് എന്താ, മദർ ടങ് വേണം, മാതൃഭാഷ എന്ന് പറയുന്നുള്ളൂ, ഏത് ഭാഷയെന്ന് പറയുന്നില്ല. മാതൃഭാഷ വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു അടിത്തട്ടാണ് നമ്മൾ വിചാരിക്കണം. ചൈനയൊക്കെ മാതൃഭാഷയല്ലേ ഇത്, ഇംഗ്ലീഷിലല്ലല്ലോ. കൊറിയ അങ്ങനെയല്ലേ, ജപ്പാൻ അങ്ങനെയല്ലേ, ജർമ്മനി അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയാണ്.
ഇംഗ്ലീഷുകാരും അങ്ങനെയാണ്. നമ്മൾ മാത്രമേ വിദേശ ഭാഷ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അന്നേരം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നുള്ളതാണ്. കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം അത് പരിമിതപ്പെടുത്തേണ്ടി വരും. ലാംഗ്വേജ് വാരിയർ കടന്നു വരുന്ന കണ്ടൻറ്റുള്ള സയൻസുകാരെ അവർക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അറ്റൈൻമെൻറ്റ്, ഇൻഡസ്ട്രിയൽ അറ്റൈൻമെൻറ്റ്, ടെക്നോളജിക്കൽ അറ്റൈൻമെൻറ്റ് ഭയങ്കര പൂറായിരിക്കും. നമ്മൾ ഈ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോഴായി പ്ലാനിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എവിടെയാണ് തുടങ്ങുന്നത്? ശരിക്കും അത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അവിടെയാണ് ഇരിക്കുന്നത്. ലോകത്തിലേതെങ്കിലും രാജ്യം, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം ഇൻഡസ്ട്രിയൽ സെക്ടർ പൂറായിട്ടുണ്ടോ? ഇല്ല, ഒരു രാജ്യവും ഇല്ല. ഇൻഡസ്ട്രിയൽ സെക്ടർ പൂറായിട്ടുള്ള ഒരു രാജ്യത്തിനും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇന്ത്യക്കും പറ്റിയില്ല, ലോകത്തിലൊരു രാജ്യത്തിനും പറ്റിയില്ല. അത് കീഴ്വഴക്കത്തിനെതിരാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ ആരൊക്കെയാണ് ഉത്തരവാദിത്തം? പ്രൈവറ്റ് സെക്ടറാണോ, പബ്ലിക് സെക്ടറാണോ? നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തു 1948 1956 ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട് കേട്ടോ. രണ്ടിലായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ദർ ഇസ് ആൻ ഇൻസ്ട്രക്ഷൻ റിഗാർഡിങ് എ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. അതുപോലെ മിക്സഡ് ഇക്കോണമി. ഈ രണ്ട് ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ഇക്കണോമിക് പോളിസി എന്താ? ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തിക സമ്പത്താണ്. സാമ്പത്തിക സമ്പത്തിൽ നിന്നാണ് പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ പവർ ഉണ്ടാകുന്നത്. നമ്മൾ ചൈനയെ കാണുന്ന പോലെ. അല്ലെങ്കിൽ എല്ലാ സാമ്പത്തിക ശക്തികളും ഒരു സൈനിക ശക്തികളാവും, അല്ലെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയ ശക്തികളാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പത്തിക ശക്തിയാണെങ്കിൽ നമുക്കൊരു പോളിസി വേണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസിയാണ് നമ്മളീ പറയുന്ന ഇൻഡസ്ട്രിയൽ പോളിസി. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പോളിസി 1948 വന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ച് പിറ്റേ വർഷം നമ്മളെങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ 1ാം ക്ലാസ് പഠിക്കാൻ നമ്മൾ ചിന്തിക്കില്ലേ? എനിക്ക് ടീച്ചറാണോ, പോലീസാണോ, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവറാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. എന്ന് പറയുന്ന പോലെ 1948 ഇന്ത്യ ചിന്തിച്ചു ഇന്ത്യയുടെ എക്കണോമിക് പ്രോഗ്രസ് എങ്ങനെയായിരിക്കണം. 1948 ഇൻഡസ്ട്രിയൽ പോളിസി പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു മിക്സഡ് ഇക്കോണമി ആയിരിക്കും. ഇന്ത്യയിൽ ഒരു മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സെക്ടറൊക്കെ പബ്ലിക് സെക്ടർ മതി. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്ടർ? ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സെക്ടർ. പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി, അപ്പോൾ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള പോളിസി കേട്ടോ. പിന്നെ എന്താണ്? പിന്നെ കീ ഇൻഫ്രാസ്ട്രക്ചർ. ഇതെല്ലാം ആവശ്യം. ഇതൊക്കെ പബ്ലിക് സെക്ടർ മതി. പ്രൈവറ്റ് സെക്ടർ ബാക്കിയുള്ള മിച്ചമുള്ള സെക്ടറിൽ പ്രൈവറ്റ് സെക്ടർ മതി. അത് ഈ ആൾക്കാർക്കുള്ള കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് അതൊക്കെ ആയിരിക്കും വസ്ത്രങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ജോലികൾ മാത്രം പ്രൈവറ്റ് സെക്ടറിന് ലീവ് ചെയ്താൽ ഒരു തന്ത്രപ്രധാനപ്പെട്ട പോളിസി ആയിരുന്നു 1948 ഇൻഡസ്ട്രിയൽ പോളിസി. അപ്പോൾ 1948 ഇൻഡസ്ട്രിയൽ പോളിസി നമ്മുടെ എന്തായിരുന്നു? നമ്മുടെ ഒരു വിഷനായിരുന്നു. 1947 ശേഷം നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സോഷ്യലിസ്റ്റാണ്. കാരണം നെഹ്റു ഒരു സോഷ്യലിസ്റ്റുകാരനായിരുന്നു. കോൺഗ്രസ് ഒരു ഇടതുപക്ഷ പാർട്ടിയായിരുന്നു. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസ് ഒരു ഇടതുപക്ഷ പാർട്ടി, നെഹ്റു ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുമായിരുന്നു. അപ്പോൾ നെഹ്റു പറഞ്ഞു 1948 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നമുക്ക് മിക്സഡ് ഇക്കോണമി മതി, അമേരിക്കയെ പോലെ ഉണ്ട് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി വേണ്ട, പബ്ലിക് സെക്ടർ ആയിരിക്കണം എല്ലാം. അപ്പോൾ ഈ ആംഗിളിലാണ് നിങ്ങൾ പ്ലാനിങ്ങിനെ കണ്ടത്. അല്ല, പ്ലാനിങ് 1951 തുടങ്ങി 2007 അവസാനിച്ചു. എനിക്ക് 12 പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഇങ്ങനെയാണ്, പരാജയങ്ങൾ, വിജയങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞ നമുക്കൊരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു 4 ആൾ ചോദിക്കുമ്പോൾ 2 ആൻസർ പറയാനോ നമുക്ക് പറ്റാതെ വരും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ പ്ലാനിങ് കൊണ്ടുവന്നത്? പ്ലാനിങ് ഒരു അപ്രോച്ച് ടു ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതായത് സ്റ്റേറ്റ് ലെഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം ഇക്കോണമിയിൽ, അല്ലാതെ പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്യണം, സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കയ്യിലായിരിക്കണം എല്ലാം ഉള്ളതായിരിക്കേണ്ടത്. പബ്ലിക് സെക്ടർ ആയിരിക്കണം നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നു BSNL വന്നു, ശരിയല്ലേ? പബ്ലിക് സെക്ടർ ബാങ്കുകൾ വന്നു, ശരിയല്ലേ? അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വന്നു, ശരിയല്ലേ? പിന്നെ അതുപോലെ ബിലായ് പോലുള്ള എന്ത് വന്നു, എനർജി പ്രൊജക്റ്റുകൾ വന്നു, ശരിയല്ലേ? റെയിൽവേ പൂർണ്ണമായിട്ടും സ്റ്റേറ്റിൻ്റെ കയ്യിലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം എൻ്റർപ്രൈസസും ഇക്കണോമിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ആരുടെ കയ്യിലായി? സ്റ്റേറ്റിൻ്റെ കയ്യിലായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് കാണേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ മിക്സഡ് ഇക്കോണമിക്ക് വേണ്ടി ബാക്കിയുള്ള ഏരിയയൊക്കെ ആർക്ക് കൊടുത്തു? പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തു. ഇതായിരുന്നു പ്ലാനിങ്ങിൻ്റെ ഒരു അടിത്തട്ട്. അപ്പോൾ 1948 ഇൻഡസ്ട്രിയൽ പോളിസി വന്നതിന് ശേഷം നമ്മൾ 1950 പ്ലാനിംഗ് എന്ന് പറഞ്ഞ പോളിസി അഡോപ്റ്റ് ചെയ്തു. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഭരണഘടനയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യാൻ പറയുന്നില്ല. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നെങ്കിലും ഭരണഘടനയിൽ ഒരാർട്ടിക്കിളിലും പ്ലാനിംഗ് കമ്മീഷൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ ഒരാർട്ടിക്കിളും നീതി ആയോഗ് പറയുന്നില്ല. പക്ഷേ ഫൈനാൻസ് കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് ഭരണഘടന പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, okay, created out of the constitution to promote what? To promote or design or to administer economic activities of the state, not just for the state but for the entire economy. So planning is a strategy for what?
ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു പാവപ്പെട്ട രാജ്യം ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗേറ്റ് ലൈനാണ്, റോഡ് മാപ്പാണ് പ്ലാനിങ്. അങ്ങനെ നമ്മൾ പ്ലാനിങ്ങിനെ നോക്കുമ്പോൾ നമ്മൾ റഷ്യൻ വേയിലാണ് പോയെന്ന് നമുക്ക് പറയും. കാരണം നമുക്ക് മുമ്പിലുള്ള ഇപ്പം ഞാനും വളരും വലുതാകും, അച്ഛനെ പോലെ ആകും എന്നൊക്കെ പറഞ്ഞ് പരസ്യൻ്റെ അത് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആരെ പോലെ ആകുന്നത്, നമ്മൾ റഷ്യയെ പോലെ ആകുമെന്ന് നമ്മൾ വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഈ വൈറസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു മരുന്ന് കണ്ടുപിടിച്ച് റഷ്യക്കാർ കണ്ടുപിടിച്ചു. അത്ര എഫക്റ്റീവാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പുറത്ത് UK കണ്ടുപിടിച്ചു, അപ്പോൾ ഇപ്പുറത്ത് ചൈനയും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഇക്കോണമിയാണ് നല്ലതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിനുവേണ്ടി സോഷ്യലിസ്റ്റിക് ബ്ലോക്കാണോ നല്ലത്, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കാണ് നല്ലത്, സിസ്റ്റമിക്കാണ്. അപ്പോൾ നമ്മൾ ഈ കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ പോലെ തന്നെയാണ് ലോകത്തിലെ സോഷ്യലിസവും ക്യാപിറ്റലിസവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മരുന്ന് കണ്ടുപിടിക്കുക അങ്ങനെ ഒരു വിഷയമായി ഇപ്പോൾ മാറിയേക്കുക വൈറസിൻ്റെ. മനസ്സിലായാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ചൈനീസ്, റഷ്യൻ മരുന്നുണ്ട്, UK മരുന്നുണ്ട്, രണ്ടെണ്ണം ഇങ്ങനെ നടക്കുക. അമേരിക്ക മാത്രം മരുന്നൊന്നും കണ്ടുപിടിച്ചില്ല, അത് വേറെ കാര്യം കേട്ടോ. അമേരിക്കയുടെ ഒരു പരാജയം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിന് അറിയാം, ഇതേ കാര്യങ്ങളാണ് 1948 നമ്മൾ ഈ ഇരുമ്പ് മറയ്ക്ക് പുറകിൽ സീക്രട്ടീവായിട്ട് റാപ്പിഡായിട്ട് ഗ്രോത്ത് ടെക്നോളജി കൈവരിച്ച റഷ്യയെ പോലെയാണോ അതോ നമ്മൾ അമേരിക്കയെ പോലെയാണോ എന്ന ചോദ്യത്തിന് നമ്മുടെ ആൾക്കാർ തന്നെ പറഞ്ഞു, നമ്മൾ ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സായി നിന്നാൽ മതി, എന്നാലും നമുക്കൊരു റഷ്യൻ ചായ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്ലാനിങ് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ പ്ലാനിങ് ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, എന്താണത്? അതൊരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. വികസനം കൈവരിക്കാനുള്ള ദീർഘകാലയളവിലേക്ക് വിഷന് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയൊരു തന്ത്രമാണ് ഏത്? പ്ലാനിങ് നമ്മൾ സ്വീകരിച്ചു. അപ്പം നമ്മൾ പറയാമല്ലോ, നമ്മൾ ഈ 1ാം ക്ലാസ്സിൽ പഠിച്ചു, 8ാം ക്ലാസ്സിൽ പഠിച്ചു, 10ാം ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ത്രൂ ഔട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് നാളെ ആരെ പോലെ ആവണം, നമ്മുടെ മുമ്പിൽ ഒത്തിരി പേര് വരുന്നു, നമ്മൾ പത്രത്തിൽ നിന്ന് ഒത്തിരി പേരെ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമുക്ക് ആരെ പോലെയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 1948 ഇൻഡസ്ട്രി പോളിസി വന്നു. 1948 ഇൻഡസ്ട്രി പോളിസി വന്നപ്പോൾ മിക്സ്ഡ് ഇക്കോണമി എന്നുള്ള കോൺസെപ്റ്റ് വന്നു. 1950 പ്ലാനിംഗ് കമ്മീഷൻ വന്നു. ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. അതിനൊരു വൈസ് ചെയർമാനുണ്ട്, അയാളൊരു ടെക്നീഷ്യനായിരിക്കും, എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ പിന്നെ 1951 ഈ പ്ലാനിങ് തുടങ്ങി. ഓക്കെ, ഈ പ്ലാൻ 5 ഇയർ പ്ലാൻ ആയിരുന്നു. 12 5 ഇയർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു. ചൈനയിൽ ഇന്ന് 14ാമത്തെ 5 ഇയർ പ്ലാൻ നടന്നുകൊണ്ടിരിക്കും. നമ്മളവിടെ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം 14 കടന്നായി. ഓക്കെ, സോ നമ്മൾ പറയുന്നത് എന്താ, പ്ലാനിങ് എങ്ങനെ 1950 തുടക്കം വെച്ച് 1915 തുടക്കം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് 1950 പ്ലാനിങ് കമ്മീഷനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തുടങ്ങി. നമുക്ക് പ്ലാനിങ്ങിൻ്റെ തുടക്കത്തിലേക്ക് പോകാം. ഓക്കെ, ഞാനത് റീഡ് മോഡിലാക്കിക്കട്ടെ. സോ India has adopted planning as a part of economic development strategy in early 1950s. 1 second, ഇപ്പോൾ വരാവേ. ഓക്കെ, 1 second. അപ്പോൾ നമ്മളെ തുടക്കത്തെ പാരഗ്രാഫ് നോക്കുമായിരുന്നു. സോ India has adopted planning as a part of economic development strategy in the early 1950s. 5 planning was started in the mixed economy framework. Remember, mixed economy framework, or there is the state is the leader. Okay, so in 1951 planning was instrumental in guiding the country's economic development, especially till the beginning of new economic reforms. അപ്പോൾ ന്യൂ ഇക്കണോമിക് റിഫോംസ് തുടങ്ങിയ കാലഘട്ടം വരെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഇക്കണോമിക് ഹിസ്റ്ററി എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1947 തന്നെ നമ്മൾ 47 ഇൻഡിപെൻഡൻ്റ് ആയെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇന്ത്യ പ്ലാനിങ് വേണം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരൊക്കെ ഒത്തിരി മുമ്പോട്ട് വന്നിട്ടുണ്ട്. വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഭയങ്കര ടെക്നീഷ്യനായിരുന്നു, എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാമെന്ന്. വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടാണ്. അപ്പോൾ അതൊക്കെ പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ വിശ്വേശ്വരയ്യ ഭയങ്കര അദ്ദേഹത്തിൻ്റെ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ട് അത് ആദ്യം തന്നെ പറഞ്ഞു ഇന്ത്യ പ്ലാനിങ് മതി എന്ന് പറഞ്ഞു. നെഹ്റു ഒരു സോഷ്യലിസ്റ്റിൻ്റെ കടുത്ത ആരാധകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ പ്ലാനിങ് മതി എന്ന് അദ്ദേഹം പറഞ്ഞു. 1947 തന്നെ പ്ലാനിങ് വേണമെന്ന് പറഞ്ഞു. 1948 നമുക്ക് ഇൻഡസ്ട്രി പോളിസി വന്നു. ഓക്കെ, അപ്പോൾ 1948 ഇൻഡസ്ട്രി പോളിസി വന്നെങ്കിൽ 1950 പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിച്ചു. ഓക്കെ, 1950 പ്ലാനിങ്, 1951 തൊട്ട് പ്ലാനിങ് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 1951 പ്ലാനിങ് തുടങ്ങിയപ്പോൾ 1976 പ്ലാനിങ് തുടങ്ങിയിട്ട് 25 വർഷമായി. 25 വർഷമായി. ചില വർഷങ്ങൾ ഞാൻ ഈ പ്ലാനിങ്ങിൻ്റെ ചരിത്രത്തിൽ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. 1976 എത്ര വർഷമായി? 25 വർഷങ്ങളായി. ഓക്കെ, ഇത് 5th ഇയർ പ്ലാൻ ആയിരുന്നേ. ഇനി അത് കഴിഞ്ഞ് 1991 ആയപ്പോഴത്തേക്കും പിന്നെ ഇക്കണോമിക് റിഫോംസ് വന്നു. 2017 ആയപ്പം ഏറ്റവും അവസാനത്തെ പ്ലാനിങ്ങും അവസാനിച്ചു. ഇതാണ് പ്ലാനിങ്ങിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. അപ്പോൾ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമല്ലോ. ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ അതിന് മുമ്പ് തുടക്കത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നോക്കാം ഏതൊക്കെയാണ്. So planning was instrumental in guiding the country's development, especially till the beginning of new economic reforms. New economic reforms എന്താ 1991 വരെ പ്ലാനിങ് ഭയങ്കര ആക്റ്റീവായിരുന്നു.
12 5-year plans were completed, and from April 1, 2017 onwards, the planning process has been stopped. പ്ലാനിങ് പ്രോസസ് അവസാനിപ്പിച്ചു. പ്ലാനിങ് കമ്മീഷനെ പിരിച്ചുവിട്ടില്ല കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പ്ലാനിങ് കമ്മീഷനെ പിരിച്ചുവിട്ടെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. പ്ലാനിങ് അവസാനിച്ചു, അപ്പം പ്ലാനിങ് കമ്മീഷൻ പിന്നെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ദി പ്ലാനിങ് കമ്മീഷൻ ഹാസ് ബീൻ അബോളിഷ് ചെയ്തു, പക്ഷേ പിരിച്ചുവിട്ടില്ല. ഇൻസ്റ്റെഡ് ദി ഗവൺമെൻറ് ക്രിയേറ്റഡ് ദി നാഷണൽ Institution for Transformation of India, NITI Aayog, in the place of Planning Commission on 1st January 2015. അപ്പോൾ 2015 ജനുവരി 1 തൊട്ട് എന്തിനെ സ്ഥാപിച്ചു? നീതി ആയോഗിനെ കൊണ്ടുവന്നു. പക്ഷേ നീതി ആയോഗ് കൊണ്ടുവന്നപ്പോഴത്തേക്കും പ്ലാനിങ് കമ്മീഷൻ പിരിച്ചു വിട്ടുവെന്ന് ആ സർക്കുലർ ഗവൺമെൻറ് പറയുന്നില്ല. അതുകൊണ്ട് പിരിച്ചു വിട്ടില്ല എന്നോ നമുക്ക് അതുപോലെ ഉണ്ടെന്നോ ഒന്നും നമുക്ക് പറയാം. ആ ബോഡി അവിടെ അവസാനിച്ചു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ, പ്ലാനിങ്ങിന് അംഗീകാരം കൊടുക്കുന്ന പ്രധാനമന്ത്രി ചെയർമാനാണ്, പ്ലാനിങ് കമ്മീഷനെ പോലെ തന്നെ. അത് നീതി ആയോഗിൻ്റെ കീഴിലായി. ഓക്കെ, ഇനി നമ്മൾ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് കാണുവാണേ. ദി പ്ലാനിങ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ബൈ റെസൊല്യൂഷൻ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാർച്ച് 15, 1950 ടു റിയലൈസ് ദ ഡിക്ലെയർ ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെൻറ് ടു പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇന്ത്യ. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഈ കാര്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ദി പ്ലാനിങ് കമ്മീഷൻ ഹാഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഫോർമുലേറ്റിംഗ് 5 പ്ലാൻസ് ബൈ കൺസിഡറിങ് വാട്ട് കൺസിഡറിങ് റിസോഴ്സ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫണ്ടെന്നാണ് കേട്ടോ, റിസോഴ്സ് അവൈലബിലിറ്റി ഓഫ് ദി കൺട്രി. ഇറ്റ് ഹാസ് ടു ഡിസൈൻ മെഷേഴ്സ് ടു ഓഗ്മെൻറ്റ് ദി റിസോഴ്സ് ഫോർ ദി കണ്ടക്ട് ഓഫ് 5-year plans. പ്രൈം മിനിസ്റ്റർ ഈസ് ചെയർമാൻ ഓഫ് പ്ലാനിങ് കമ്മീഷൻ. വൈസ് ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെടും. പ്ലാനിങ് കമ്മീഷൻ അബോളിഷനോട് 12th 5-year പ്ലാൻ അവസാനിച്ചു. നീതി ആയോഗ് വന്നു പ്ലാനിങ്ങിൻ്റെ അബോളിഷനോടുകൂടി. ഓക്കെ, ഇൻ ദി പ്ലേസ് ഓഫ് പ്ലാനിങ് കമ്മീഷൻ. ഇനി നമ്മൾ പ്ലാനിങ്ങിൻ്റെ കണ്ടക്ട് ഇങ്ങനെയാണ് ഇന്ത്യ പ്ലാനിങ് തുടങ്ങി. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ ഇറയുടെ ഒരു ചരിത്രം നമുക്ക് വേണമെങ്കിൽ പറയാം. The first 5-year plan was launched in 1951 with an objective of rehabilitating the economy in the context of the division of the country. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാനെ കുറിച്ച് പറയാം. 1951 തുടങ്ങി, 1956 അവസാനിച്ച ഫസ്റ്റ് 5-year പ്ലാൻ. അതിൻ്റെ അകത്ത് നമ്മുടെ ഇക്കോണമി ഭയങ്കരമായിട്ട് തകർന്നു പോയി. എങ്ങനെ ഈ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ എന്നെ സംഭവിച്ചെന്ന് പറയും. പ്രധാനപ്പെട്ട ഏരിയാസൊക്കെ എവിടെയായിപ്പോയെന്ന് അറിയാം. ഈ ഗോതമ്പൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയായിപ്പോയെന്ന് അറിയാം. ഈ സ്ഥലങ്ങളൊക്കെ പാകിസ്ഥാനിലായിപ്പോയി. കുറച്ച് നെല്ല് ഉൽപ്പാദിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ പറയുക ബംഗ്ലാദേശിലായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒത്തിരി പട്ടിണി മരണങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യ സൗത്ത് ഏഷ്യയിൽ പട്ടിണി മരണങ്ങൾ സാധാരണമായിരുന്നു. അപ്പോൾ ഗോതമ്പ് ഇതിൻ്റെ അകത്ത് മായം ചേർക്കാൻ വേണ്ടി മരിച്ചുപോയ ആൾക്കാരെ എല്ലുപൊടി ചേർത്ത ചരിത്രമാണ് ഇന്ത്യയിലെ പല പട്ടിണി മരണങ്ങൾക്ക് ഭമയെന്ന് പറയും. പട്ടിണി മരണങ്ങൾ അത്ര മാരകമായ പട്ടിണി മരണങ്ങളുടെ രാജ്യത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നു വിചാരിച്ചോണം. അതിൻ്റെ നമ്മുടെ മുൻകാല ചരിത്രം അങ്ങനെയായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു 295 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ല. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം മാത്രമാണ്. നമ്മൾ പറഞ്ഞു തന്നെ 1951 പ്ലാനിങ് തുടങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഏരിയ അങ്ങോട്ട് പോയി കുറച്ച് ഏരിയ ഇങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സ്ട്രോങ് ആക്കണം. അതായിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ്റെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി. അപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ നമുക്ക് അതിനെ പറയാൻ പറ്റും. ഓക്കെ, ദി സെക്കൻഡ് 5-year പ്ലാൻ നമ്മുടെ ഫസ്റ്റ് പരിപാടി എപ്പോഴും ഒരു ട്രയൽ ബേസ് ആയിരിക്കും. കുറേ പ്രശ്നങ്ങളൊക്കെ കാണും. സെക്കൻഡ് 5-year പ്ലാൻ ഭയങ്കരമായിട്ട് ആലോചിച്ച് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇറ്റ് വാസ് ഗിവൺ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ. ഒരു വ്യവസായവത്കരണം ഒരു രാജ്യത്തിൻ്റെ ടേക്ക് ഓഫ് ആണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിമാനം പൊങ്ങിപ്പോകുന്ന പോലെ തന്നെ ഒരു ടേക്ക് ഓഫ് ആണ് വ്യവസായവത്കരണം. അപ്പോൾ വ്യവസായവത്കരണം ഇല്ലാതെ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. റഷ്യ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്? വ്യവസായവത്കരണത്തോടെ. അമേരിക്ക നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നല്ല വ്യവസായങ്ങൾ ഉള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ ചൈനയെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ നമ്മൾ എതിർ ശത്രുവാണെങ്കിലും നമ്മൾ അവരെ അഡ്മയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ വ്യവസായവത്കരണത്തിൽ. അപ്പോൾ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എന്താ? വ്യവസായവത്കരണം. നമ്മുടെ ആൾക്കാർ പറഞ്ഞു നടക്കും സർവീസ് സെക്ടറാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല, ഒരിക്കലല്ല. നമ്മൾ 10 കാശ് കിട്ടി കഴിഞ്ഞാൽ ഓടിപ്പോയി മേടിക്കാൻ മേടിക്കുന്ന എല്ലാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്കോണമിയിൽ ഇൻഡസ്ട്രിയലൈസേഷന് തന്ത്രങ്ങൾ ഒരുക്കിയ ഒരു പ്ലാനായിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാനിനെ കുറിച്ചുള്ള ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടി. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രിപ്പറേഷനിൽ സെക്കൻഡ് 5-year പ്ലാൻ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. തേർഡ് 5-year പ്ലാൻ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് 5-year പ്ലാൻ, തേർഡ് 5-year പ്ലാൻ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് 5-year പ്ലാനിലും തേർഡ് 5-year പ്ലാനും ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തു. എന്തിനു പ്രാധാന്യം കൊടുത്തു? നമ്മൾ ആരെ പോലെയാണ്? നമ്മൾ റഷ്യയെ പോലെ വ്യവസായവത്കരണ രാജ്യമാണ്. നമ്മൾ ആരെ പോലെയാണ്? നമ്മൾ അമേരിക്കയെ പോലെ വ്യവസായവത്കരിക്കപ്പെട്ട ഒരു രാജ്യമായി തീരണം. അങ്ങനെ ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത 5-year പ്ലാനാണ് 56-61 5-year പ്ലാൻ. ഇനി അങ്ങനെ 1956 ഇതിനെ ഈ സെക്കൻഡ് 5-year പ്ലാനെ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്ലാൻ എന്ന് വിളിക്കുകയാണെങ്കിൽ 1956 ഒരു ഇൻഡസ്ട്രിയൽ പോളിസി വന്നു.
ഓക്കെ, ഇൻഡസ്ട്രി പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? വ്യവസായത്തെക്കുറിച്ചുള്ള പോളിസിയാണ്. ഇക്കോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി ഏതാണ്? അഗ്രികൾച്ചർ പോളിസിയാണോ? അല്ല. സർവീസ് സെക്ടർ പോളിസിയാണോ? അല്ല. ഏത് പോളിസിയാണ്? ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. ആർക്ക് വ്യവസായങ്ങൾ തുടങ്ങാം? ഏതൊക്കെ വ്യവസായങ്ങൾ പ്രൈവറ്റ് സെക്ടർ തുടങ്ങാം? എന്തൊക്കെ ആയിരിക്കണം? എത്രയൊക്കെ വിദേശത്ത് നിന്ന് മൂലധനം സ്വീകരിക്കാം? 1946 നിന്ന് വിദേശത്ത് മൂലധനം സ്വീകരിക്കത്തില്ല. ടെക്നോളജി എങ്ങനെ സ്വീകരിക്കാം? ഇതിനെക്കുറിച്ചുള്ള സ്ട്രോങ് റെഗുലേഷനായിരുന്നു 1956 ഇൻഡസ്ട്രി പോളിസി. 1956 ഇൻഡസ്ട്രി പോളിസിയിൽ നെഹ്റു പറഞ്ഞു, ഇന്ത്യ വിൽ ഹാവ് എ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. നെഹ്റു അല്ല, കോൺഗ്രസ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി ഇന്ത്യയിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയും സോഷ്യലിസം എത്രമാത്രം ആഴത്തിലാണെന്ന് വിചാരിച്ചോണം പ്ലാനിങ്ങിൻ്റെയും ഇക്കണോമിക് മാനേജ്മെൻറ്റിൻ്റെയും പുറകിൽ. അപ്പോൾ അവിടെ ആര് കാണും? സ്ട്രോങ് പബ്ലിക് സെക്ടർ കാണും, പിന്നെ ബാക്കി ഒരു പ്രൈവറ്റ് സെക്ടർ കാണും, രണ്ടുപേരും കൂടി ഒരു വേറെ കുറച്ച് സെക്ടേഴ്സ് കാണും. അങ്ങനെ ഇക്കോണമിയിൽ 3 സെക്ടർ കാണും. ഇതായിരുന്നു ഈ 1956 ഇൻഡസ്ട്രി പോളിസിയുടെ ഒരു ചട്ടക്കൂട്. അപ്പോൾ 1948 ഇൻഡസ്ട്രി പോളിസിയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ നമുക്ക് പറയാം. നമ്മൾ വിൻഡോസ് പുതിയതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വരുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആൻഡ്രോയിഡ് ഫോണിൽ പുതിയൊരു വേർഷൻ വരുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു 1948 ഇൻഡസ്ട്രി പോളിസിയുടെ അപ്ഗ്രേഡഡ് വേർഷനായിരുന്നു ഏത്? 1956 ഇൻഡസ്ട്രി പോളിസി. ആ ഇൻഡസ്ട്രി പോളിസിയെ ദി ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് വിളിക്കുക? ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ഭരണഘടന. ആ 1956 ഇൻഡസ്ട്രി പോളിസിയുടെ ബേസിലുണ്ടായ പ്ലാനാണ് 1956-1961 സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാൻ. ഇറ്റ് സ്ട്രെസ്ഡ് industrialization of the economy, the second 5 plan as well as the third 5 plan. ഓക്കെ, തേർഡ് 5 plan. അപ്പോൾ നമ്മൾ 3 5 പ്ലാനെ കുറിച്ച് വന്നു. ഫസ്റ്റ് 5 പ്ലാൻ, സെക്കൻഡ് 5 പ്ലാൻ, കൂടുതൽ ഇൻഡസ്ട്രി പ്ലാൻ, സെക്കൻഡ് പ്ലാൻ കൊടുത്തു, തേർഡ് 5 പ്ലാൻ. പക്ഷേ തേർഡ് 5 പ്ലാൻ വലിയൊരു പ്രശ്നങ്ങൾ വന്നു. എന്താണെന്നറിയാം? തേർഡ് 5 പ്ലാനിൽ 2 രാജ്യങ്ങളുമായിട്ട് യുദ്ധം വന്നു. 2 വലിയ ഫമീൻസ് ഉണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. 2 പ്രൈം മിനിസ്റ്റേഴ്സ് മരിച്ചു, നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രി. അതുകൊണ്ട് ഈ തേർഡ് 5 പ്ലാൻ വലിയൊരു ദുരന്തമായിരുന്നു. നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിശീർഷ വരുമാനം 0 ആയതോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരേയൊരു 5 പ്ലാൻ തേർഡ് 5 പ്ലാൻ ആയിരുന്നു. അപ്പം പെർ ക്യാപിറ്റ പ്രതിശീർഷ വരുമാനം അതെങ്ങനെയായാലും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ വർഷം കുറയും കേട്ടോ ചരിത്രത്തിൽ. അത് ഭയങ്കര ഈ കോവിഡ് കാരണം. അപ്പോൾ ഈ കോവിഡ് എല്ലാ കാലത്തും ഇല്ലല്ലോ. 1961-66 തേർഡ് 5 പ്ലാനിൽ ഒത്തിരി കറ്റാസ്ട്രഫി കാരണം എന്ത് സംഭവിച്ചു? പെർ ക്യാപിറ്റ കുറഞ്ഞു. ഇക്കോണമിയുടെ പെർഫോമൻസ് ഭയങ്കര പോരാന്നുള്ളതാണ് നമുക്ക് ഈ തേർഡ് 5 പ്ലാൻ നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ തേർഡ് 5 പ്ലാൻ നമ്മൾ നോക്കിക്കാണോ. അതിനുശേഷം എന്നറിയോ, തൊട്ടടുത്ത വർഷങ്ങളിൽ ഗവൺമെൻറ് പറഞ്ഞു, അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ തന്നെ പറഞ്ഞു, എന്താണ് ഇനി പ്ലാനിങ് വേണ്ട. കാരണം പ്ലാനിങ്ങിന് വേണോ വേണ്ടോ? അപ്പോൾ പ്ലാനിങ് വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം പ്ലാനിങ്ങിലൂടെ നമുക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഗ്രോത്ത് ഭയങ്കര നെഗറ്റീവായിപ്പോയി. നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ മുമ്പോട്ടൊന്നുമില്ല, നമുക്കിനി പ്ലാനിങ് വേണ്ട. അങ്ങനെ അടുത്ത 3 വർഷം ഇന്ത്യയിൽ പ്ലാനിങ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പ്ലാൻ ഹോളിഡേയ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ആനുവൽ പ്ലാൻസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഗവൺമെൻറ് പിന്നീടാണ് പറയുന്നത് ആനുവൽ പ്ലാൻസ് ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ ആനുവൽ പ്ലാൻസ് ഉണ്ടായിരുന്നു, പ്ലാൻ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ 5 പ്ലാൻ ഇല്ലായിരുന്നു. ഏത്? ഈ 3 വർഷം. അപ്പോൾ നമ്മൾ 5 പ്ലാനെ കുറിച്ചാണോ 1951 പ്ലാൻ ലോഞ്ച് ചെയ്തു. പ്ലാനിങ് കമ്മീഷൻ 1950 വന്നു, 51-56 5 പ്ലാൻ ഫസ്റ്റ് വന്നു, 56-61 സെക്കൻഡ് 5 പ്ലാൻ വന്നു, 61-66 തേർഡ് 5 പ്ലാൻ വന്നു. ഓക്കെ, ഇത് ഭയങ്കര കഷ്ടകാലം പിടിച്ച പ്ലാനായിരുന്നു. 1966-69 എന്തില്ല പ്ലാനില്ലായിരുന്നു. കാരണം എന്താ? ഈ പ്ലാൻ പരാജയപ്പെട്ടു പോയി. ശരിയല്ലേ? ഓക്കെ, നൗ the fourth 5 plan 1969-74 was launched with the objective of realizing self-reliance in food production as an overall economic goals. Self-reliance, സ്വയം പര്യാപ്തത എന്ന ഒബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത പ്ലാനായിരുന്നു ഫോർത്ത് 5 പ്ലാൻ. ഫോർത്ത് 5 പ്ലാനിൻ്റെ പ്രത്യേകത എന്നറിയോ? നമ്മൾ തേർഡ് 5 പ്ലാനിലൊക്കെ വിദേശത്ത് ഇഷ്ടംപോലെ പൈസ മേടിച്ച് എന്ത് ചെയ്തു? പ്ലാനിങ് നടത്തി. അതുപോലെ നമുക്കൊരു സാധനം കഴിക്കാനില്ലായിരുന്നു, നമ്മൾ വിദേശത്ത് ഗോതമ്പ് ഇറക്കുമതി ചെയ്തു. അന്നായിരുന്നു ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന സാധനമല്ല, ഉച്ചയ്ക്ക് ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഉപ്പുമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഈ വീറ്റ് പോലുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. വീറ്റ് ഇങ്ങനെ ഈ പുഴുങ്ങിത്തരും, പുഴുങ്ങി കിട്ടും. അപ്പോൾ അത് ഈ അടുത്ത കാലം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് എന്നിട്ട് അതിൻ്റെ കൂടെ മേസ് പൊടി എന്ന് പറഞ്ഞൊരു പൊടി കിട്ടും, മഞ്ഞച്ചിരിക്കും ആ പൊടി. എന്നിട്ട് അങ്ങനെ നമുക്ക് കൂളിക്കൂടെ തരും. ആ വീറ്റ് എവിടെ നിന്ന് വരുന്നത് അറിയാം? അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക നമ്മൾ എന്നിട്ട് കടമായിട്ട് നമുക്ക് തരുക ഏത്? ഗോതമ്പ്. ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വല്ലതാണ്. ഇപ്പം നമ്മൾ ആ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്ക് കൊടുക്കുക. അപ്പോൾ അത്രമാത്രം ഈ അമേരിക്കയിലെ കോൺ എന്ന് പറയും, മെയ്സ് എന്ന് പറയും, മെയ്സാണ് ഈ മഞ്ഞച്ചിരിക്കുന്ന പൊടി.
ആ പൊടി എന്നാ പറയുക, അവിടെ പശുവിന് കൊടുക്കുന്നതാണ്. അവിടെ പശുവിനും കൊടുത്ത് മിച്ചം കഴിഞ്ഞ സാധനം നമുക്ക് കടമായിട്ട് തരിക, നമ്മളെ പിന്നെ കടം തിരിച്ചു തരണം. അതുകൊണ്ട് ആ പരിപാടി അത് നമ്മളെ കടക്കാരനാക്കി മാറ്റി. അങ്ങനെ ഗവൺമെൻറ് എന്താ പറയുക, ആ പരിപാടി അവസാനിപ്പിച്ചിട്ട് പകരം ഇന്ത്യയിൽ ഫുഡിൽ സെൽഫ് റിലയൻസിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടുവന്നു? ഗ്രീൻ റവല്യൂഷൻ കൊണ്ടു. എന്തുകൊണ്ടു? ഗ്രീൻ റവല്യൂഷൻ കൊണ്ടു. ഗ്രീൻ റവല്യൂഷൻ 1961 ലോഞ്ച് ചെയ്തു. 1966 കാര്യമായിട്ട് ലോഞ്ച് ചെയ്തു. 1961 തുടക്കം കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പം ഗ്രീൻ റവല്യൂഷൻ കൂടെ അങ്ങ് മെൻഷൻ ചെയ്ത് നമ്മൾ പ്രത്യേകിച്ച് ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് പറയും. ഓക്കെ, ഇപ്പോൾ 4th Five-Year പ്ലാനിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? സെൽഫ് റിലയൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ 5th Five-Year പ്ലാനിലേക്ക് വരുമ്പോൾ ഓക്കെ, സോ 5th Five-Year പ്ലാനിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പ്ലാനിങ് ചരിത്രത്തിൽ ഒരു റിമാർക്കബിൾ പ്ലാൻ ആയിരുന്നു 5th Five-Year പ്ലാൻ. 5th Five-Year പ്ലാനിൻ്റെ പ്രത്യേകത എന്നറിയാം, അന്ന് ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ വരുന്നതാണ് 5th Five-Year പ്ലാനിൻ്റെ കാലഘട്ടം. 1974-78 ആണ് 5th Five-Year പ്ലാനിൻ്റെ കാലഘട്ടം. ഇന്ത്യയിൽ ഒരു പഞ്ചവത്സര പദ്ധതി മാത്രമേ 5 വർഷത്തിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പഞ്ചവത്സര പദ്ധതി 4 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ 5th Five-Year പ്ലാനിൻ്റെ പ്രത്യേകത 1976 ആയപ്പോഴത്തേക്കും പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് 25 വർഷങ്ങളായി. ശരിയല്ലേ? 1951 തുടങ്ങിയതാണ്. അപ്പം 1951 എന്ത് പറഞ്ഞാണ് തുടങ്ങിയത്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരെ പോലെയാവും? നമ്മൾ ചന്ദ്രനിലേക്ക് മനുഷ്യനെ വിട്ട, ബഹിരാകാശ സാധ്യമായിട്ട് നായയെ വിട്ട റഷ്യയെ പോലെയാവും എന്നായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലെ നമ്മളാകും എന്ന് വിചാരിച്ച് നമ്മൾ 1951 തുടങ്ങി. ആയോ? ഇല്ല. ദാരിദ്ര്യം പോലും മാറ്റാൻ പറ്റിയില്ല. ശരിയല്ലേ? ചന്ദ്രനിലേക്ക് പോയില്ല എന്നുള്ളതല്ല, ദാരിദ്ര്യം പോലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇൻഡസ്ട്രിയൽ താജ്മഹൽസായിട്ട് കുറഞ്ഞുപോയി. താജ്മഹൽ എന്ന് പറഞ്ഞാൽ അറിയാം, കാണാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ കാണാൻ കൊള്ളാം, പക്ഷേ ദ നെവർ ഡെലിവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു വിചാരണ, ഒരാത്മവിശകലനം ഈ 5th Five-Year പ്ലാനിങ് നടന്നു. നമുക്കറിയാലോ, ഒരു വർഷമാകുമ്പോൾ നമ്മളൊരു വിശകലനം നടത്തും, 10 വർഷമാകുമ്പോൾ നമ്മൾ ഇച്ചിരി വലിയൊരു വിശകലനം നടത്തും, 25 വർഷമാകുമ്പോൾ നമ്മളൊരു മെഗാ വിശകലനം നടത്തും. ആ വിശകലനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ഇക്കോണമിസ്റ്റുകൾക്കും ഒരു കാര്യം മനസ്സിലായി, നമ്മൾ 1951 എന്തായിരുന്നു അത് തന്നെയാണ് നമ്മൾ 1976. ഓക്കെ, നമ്മൾ 1 ഇഞ്ച് പോലും എങ്ങോട്ട് പോയില്ല, മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതായിരുന്നോ നിങ്ങൾ ഞങ്ങൾക്ക് ഓഫർ ചെയ്തത് എന്ന് പ്ലാനിങ്ങിൻ്റെ ആൾക്കാരോട് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പ്ലാനിങ് ഇന്ത്യയെ പരാജയപ്പെട്ടു. നമ്മൾ അമേരിക്കയെ പോലെ, നമ്മൾ റഷ്യയെ പോലെ ആയില്ല, നമ്മളൊരു ടെക്നോളജിയുടെ സൂപ്പർ പവർ ആയില്ല, നമ്മുടെ തൊഴിലില്ലായ്മ മാറിയില്ല. ഓക്കെ, നമ്മുടെ പോവർട്ടി മാറിയില്ല. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനും പോവർട്ടിക്കും ഒരു മാറ്റം പോലും സംഭവിച്ചില്ല. ഇന്ത്യ ഈസ് ആസ് പുവർ ആസ് 1951. ഓക്കെ, അപ്പോൾ 1970s നമ്മൾ അന്നത്തെ പോലെ പോരാ. അതുകൊണ്ട് ഈ പ്ലാനിങ്ങിൽ ഒരു മാറ്റം വേണം. എന്താണ് പ്ലാനിങ്? ഒരു മാറ്റം വേണം. പ്ലാനിങ്ങിൻ്റെ ഒരു വിശ്വാസം എന്താ പറയുക, പ്ലാനിങ്ങിൽ നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാനിങ്ങിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായിരുന്നു പ്ലാനിങ്ങിൻ്റെ സ്ട്രാറ്റജി? നമ്മൾ എന്തെങ്കിലും ഒരു പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ശരിയല്ലേ? നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കും, നമുക്ക് അതിനൊരു സ്ട്രാറ്റജി കാണും. പ്ലാനിങ്ങിൽ എന്തായിരുന്നു സ്ട്രാറ്റജി? പ്ലാനിങ്ങിനെ സ്ട്രാറ്റജി ഇതായിരുന്നു സ്ട്രാറ്റജി. ഓക്കെ, ആ സ്ട്രാറ്റജി ഇതായിരുന്നു. എന്താണ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പറയുന്നത് കേട്ടോ. പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം പോകാതിരിക്കാൻ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റീവ് ഇവിടെ ഉണ്ടോ? ഇല്ല. പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഇല്ല. ഓക്കെ, ഒബ്ജക്റ്റീവ് ഞാൻ പറയാം. അതിൻ്റെ ഒബ്ജക്റ്റീവ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു. എന്താണ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്? ഈ നമ്മൾ Formula 1 ട്രാക്കിൽ വണ്ടിയാണെങ്കിൽ സ്പീഡാണ് പ്രധാനപ്പെട്ടത്. അപ്പം ഡെവലപ്മെൻ്റ് ട്രാക്കിൽ പ്ലാനിങ് ആണെങ്കിൽ ഗ്രോത്താണ് പ്രധാനപ്പെട്ടത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഗ്രോത്ത്, അങ്ങനെയുള്ള ഗ്രോത്ത് എക്കോണമിയിൽ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ് വരുന്നത്. പിന്നെ ഇതാണ് പ്ലാനിങ്ങിൻ്റെ ആൾക്കാർ പറഞ്ഞ ലക്ഷ്യം ഇതായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഇന്ത്യയിൽ ഇഷ്ടംപോലെ പൂറായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ പോവർട്ടി വരാനുള്ള കാരണം അൺഎംപ്ലോയ്മെൻറ്റ്. ഈ പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും റിമൂവ് ചെയ്യുക പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിരുന്നു. പക്ഷേ അതതിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റീവല്ല. നമ്മളിങ്ങനെ പുസ്തകത്തിലൊക്കെ വായിക്കും, പോവർട്ടി എറാഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റുന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അതൊന്നും അല്ലായിരുന്നു യഥാർത്ഥ ഒബ്ജക്റ്റീവ്. റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു. ഗ്രോത്ത് വന്നാൽ പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും തന്നെ മാറിക്കോളും. ചരിത്രം അതാണ് അതിൻ്റെ കറക്റ്റ് ഇക്കണോമിക്കലി ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പാവപ്പെട്ടവന് കുറേ പൈസ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മറിച്ച് അവനൊരു സ്കില്ല് കൊടുക്കണം, അവന് അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നോക്കേണ്ടത്. അല്ലാതെ റേഷൻ കടയിൽ കൂടെ ഫുഡ് കൊടുക്കുന്നത് മാത്രമല്ല ഗവൺമെൻറ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചരിത്രമുള്ള തങ്ങളും റേഷൻ കടയുടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. മറിച്ച് അങ്ങനെ റേഷൻ കട ഫുഡ് മേടിക്കുന്ന ആൾക്ക്
നേരിട്ട് ജോലി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ഗവൺമെൻറ് ചെയ്യേണ്ടത്. അപ്പോൾ അതായിരുന്നു പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. പ്ലാനിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. അങ്ങനെ ഗ്രോത്ത് ഉണ്ടായാൽ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം ആർക്ക് കിട്ടുമെന്നറിയോ? റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കിട്ടുക. നമ്മളത് ചിന്തിക്കണം. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ആർക്കാണ് പ്ലാനിങ്ങിൻ്റെ? സോ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്, പെട്ടെന്ന് സാമ്പത്തിക വളർച്ച ഉണ്ടായെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ആർക്കാരെന്ന് അറിയോ? സമ്പന്നർക്കായിരിക്കും. പക്ഷേ അതൊരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. നമുക്കതിനെ ഇതുവരെ വീറ്റോ ചെയ്യാൻ പറ്റുമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഇഷ്ടംപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കാണും, ശരിയല്ലേ? ഇഷ്ടംപോലെ എന്ത് കാണും? അല്ലെങ്കിൽ അയാൾക്കായിരിക്കും ഭയങ്കര സ്കിൽഡായിട്ടുള്ള ഒരാളായിരിക്കും. അയാൾ IT ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇക്കണോമിക് ഗ്രോത്തിൽ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് താഴേക്കിടയിലുള്ള ആൾക്കാരിലേക്ക് ഒരു ടൈം ഗ്യാപ്പ് വരുമ്പം ഫിൽട്ടർ ഡൗൺ ആവും, വരും, താഴോട്ട് അരിച്ചിറങ്ങുമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് പറയുന്ന പേരാ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്. എന്താണ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്? ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വികസനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റ് കിട്ടും. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടും. പിന്നെ റിച്ച് സ്പെൻഡ് ചെയ്യും. റിച്ച് ഒരിക്കലും സ്പെൻഡ് ചെയ്യാതിരിക്കില്ല, അവർ സ്പെൻഡ് ചെയ്യുമ്പം അവരുടെ ഇൻകം പല പല രീതിയിലൂടെ പാവപ്പെട്ട ആൾക്കാർക്ക് ചെല്ലുമ്പം അവരുടെ പോവർട്ടി അവസാനിക്കും, അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് അവസാനിക്കും. ഇങ്ങനെയാണ് സസ്റ്റൈനബിളായിട്ട് എന്തുണ്ടാകേണ്ടത്? പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. അല്ലാതെ പോവർട്ടി ഉള്ളവന് ഇച്ചിരി പൈസ കൊടുത്തിട്ടോ അൺഎംപ്ലോയ്മെൻറ്റിന് തൊഴിലില്ലായ്മ പെൻഷൻ കൊടുത്തിട്ടോ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും സോൾവ് ചെയ്യപ്പെടുകയില്ല. ഇതൊരു ഇക്കണോമിക് ലോജിക്ക് കേട്ടോ. പ്ലാനേഴ്സും പറഞ്ഞു എന്താണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്? എന്താണ്? ഒരു വണ്ടിയാണെങ്കിൽ സ്പീഡിൽ ഓടുന്ന പോലെ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കും അറിയാം? ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കണം. ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്ത് നടക്കും? അതിൻ്റെ ബെനിഫിറ്റ് താഴേക്കടയിലെ ആൾക്കാരിലേക്ക് അരിച്ചറിഞ്ഞ് വരും, അല്ലെങ്കിൽ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടും. ഇതായിരുന്നു പ്ലാനിങ്ങിൽ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി നമുക്ക് ജസ്റ്റ് നോക്കാം. പ്ലാനിങ് ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 1950s to initiate the process of development. Planners made a vision that planning process will start industrialization. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നാണ് വിളിച്ചേക്കുന്നത് പലരും. എ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ ഒരു വലിയ കാൽവയ്പ്പാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമുക്ക് പറ്റിയില്ല എന്നുള്ള വേറെ ചോദ്യമാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയലൈസേഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ പ്ലാനിങ് വന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ അബ്സോർബ്സ് എക്സസ് ലേബർ ഫോഴ്സ് ഫ്രം ദി പ്രൈമറി സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് നേരെ എങ്ങോട്ട് വേണം? തൊഴിലാളികളെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അബ്സോർവ് ചെയ്യാൻ നമുക്ക് പറ്റണം. ദി സ്ട്രാറ്റജി ഓഫ് പ്ലാനിങ് വാസ് ദാറ്റ് ദി പബ്ലിക് സെക്ടർ വിൽ എൻഗേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആസ് വെൽ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻ മെഷീനറി ആൻഡ് സപ്ലൈ ഓഫ് കീ ബേസിക് ഇൻഡസ്ട്രി. ദി പബ്ലിക് സെക്ടർ ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ കോംപ്ലിമെന്റഡ് ബൈ ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പ്രൈസ് വിൽ ക്രിയേറ്റ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, വൺസ് faster economic growth is achieved, ഇതാണ് നമ്മൾ പറയുന്ന പോയിന്റ്, its benefit will be filtered down to the poor section of society in the form of employment generation and proliferation of income among poor people. Its strategy of planning was that social justice. എന്താണ് social justice? Social justice is there when poverty is eliminated, when unemployment is removed, when these social evil are removed. You can say that there is social justice. Then this is the way to achieve social justice. First, to achieve economic growth. Nehru പറഞ്ഞു there can never be any redistribution without growth. അദ്ദേഹം പറഞ്ഞ വാക്കാട്ടോ. നെഹ്റു ഭയങ്കര സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ. അദ്ദേഹം പറയുന്നു പുനർവിതരണം. എന്താണ് പുനർവിതരണം എന്ന് പറഞ്ഞാൽ? സമ്പന്നൻ്റെ നിന്ന് ടാക്സ് ഏർപ്പെടുത്തി അവൻ്റെ പൈസ എടുത്ത് പാവപ്പെട്ടവന് കൊടുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഗ്രോത്ത് ഉണ്ടായിരിക്കണം. സമ്പന്നൻ്റെ പൈസ ഉണ്ടാവണമെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകണം. എന്നിട്ട് മാത്രമേ പുനർവിതരണം നടക്കുള്ളൂ. ഒന്നും ഗ്രോത്ത് ഇല്ലാതെ പുനർവിതരണത്തിൻ്റെ പോകരുത്, ആത്മത്യാഗപരവാദം. ദർ കനോട്ട് ബി റീഡിസ്ട്രിബ്യൂഷൻ വിത്തൗട്ട് ഗ്രോത്ത്. ഇതാണ് ഇക്കണോമിക്സ് ലോജിക്ക്. നമ്മൾ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത് നടപ്പിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയാമോ? നമുക്ക് എന്തുണ്ടായിരിക്കണം? ആവശ്യത്തിന് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നെഹ്റുവിൻ കാഴ്ചപ്പാട്, ഇന്ത്യയിലെ കാഴ്ചപ്പാട് ഇതായിരുന്നു. അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ വിചാരിച്ചു. ഇൻ സ്ട്രാറ്റജി ഓഫ് പ്ലാനിങ് വാസ് സോഷ്യൽ ജസ്റ്റിസ് വിൽ ബി അച്ചീവ്ഡ് ത്രൂ ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. ദി സെൻട്രൽ പോയിന്റ് ഓഫ് പ്ലാനിങ് സ്ട്രാറ്റജി വാസ് സോ കോൾഡ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്. അരിച്ചിറങ്ങാൻ താഴോട്ട്. റിച്ച് ബെനിഫിറ്റ് ഇങ്ങനെ നേടി പാവപ്പെട്ടവർക്ക് സ്പെൻഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഇൻകം കിട്ടി. ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് മീൻസ് ദ ബെനിഫിറ്റ് ഓഫ് ഹൈ ഇക്കണോമിക് ഗ്രോത്ത് ഇസ് ഫിൽറ്റർഡ് ഡൗൺ ടു പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഫോളോയിങ് ആർ ദി മെയിൻ കോമ്പണൻസ് ഓഫ് പ്ലാനിങ് സ്ട്രാറ്റജി. ഞാൻ അതും കൂടെ വായിച്ചിട്ട് നമുക്ക് ക്ലാസ് എടുത്താം. വായിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ല കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ, ഇത്ര ആയതല്ലേ. മെയിൻ ഒബ്ജക്റ്റീവ് പ്ലാനിങ് വാസ് ടു അച്ചീവ് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. Okay, when higher economic growth is achieved, the working of trickle down effect will ensure social justice. Okay, then public sector led industrialization, promotion of key industries to provide
basic framework for faster economic development. The private sector will invest complementary industries. നമ്മൾ ചെറിയ കൺസ്യൂമർ ഗുഡ്സിൽ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യും. ദ അസംപ്ഷൻ ഓഫ് ദി പ്ലാനിംഗ് ഇസ് ദാറ്റ് സോഷ്യൽ ജസ്റ്റിസ് വിൽ ബി അച്ചീവ്ഡ് വൺസ് ഹയർ എക്കണോമിക് ഗ്രോത്ത് പ്രൊഡ്യൂസസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ബെറ്റർ ലൈവ്ലിഹുഡ് ഫോർ the people. Hence, the primary concern of the planning mechanism was to create high economic growth, to create a situation for the trickle down effect to work. Okay, so that was the planning strategy, as well as the objective of the planning of what we can say higher economic growth. Okay, അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ബാക്കി നമുക്ക് ഈ 5th YA പ്ലാനിൽ തൊട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്. ഇനി ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ.